പാലോ? നാരങ്ങ വേണമെന്നാണല്ലോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നത്. സോറി, ചടങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. അതവിടെ വെച്ചേക്കും. എന്താ പറയേണ്ടത്? എവിടെയാ തുടങ്ങേണ്ടത്? രക്ഷിക്കണേ ഭഗവാനെ. അയ്യോ, ഇപ്പോഴാ ഓർത്തത്. നാരായണൻകുട്ടിയുടെ ചെറുകഥയുണ്ട് റേഡിയോയില്. കേൾക്കണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. യുവാനിലെ നാരായണൻകുട്ടിയെ ആളും എടുക്കനാ. വിവാഹ വാർഷികം ടി.എസ്. നാരായണൻകുട്ടി എഴുതിയ ചെറുകഥ അദ്ദേഹം തന്നെ വായിക്കുന്നു. നവവധുവിനെയും കാത്ത് ഉണ്ണികൃഷ്ണൻ തന്റെ മുറിയിൽ അക്ഷമനായിരുന്നു. കാണാൻ സുന്ദരനാണെന്ന് ഒരാൾ പോലും പറയാത്ത തനിക്ക് വീണ് കിട്ടിയ സൗഭാഗ്യമാണ് ചന്ദ്രികയെന്ന് അയാൾ മനസ്സിലോർത്തു. പാലുമായി ചന്ദ്രിക മുറിക്കകത്ത് കയറി വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ വിയർക്കാൻ തുടങ്ങി. അവന്റെ വിറയൽ ചന്ദ്രിക ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. ഉണ്ണികൃഷ്ണന്റെ പരിഭ്രമം കണ്ടപ്പോൾ പൊട്ടിവന്ന ചിരിയടക്കാൻ ചന്ദ്രിക പാടുപെടുകയായിരുന്നു. നെറ്റിയിലെ അല്ലെങ്കിലും ഈ നാരായണൻകുട്ടി ഇത്തിരി ഓർ സ്മാർട്ടാ. ചെറുകഥ അത്ര ചെറുകഥ. ഈ സമയത്ത് പ്രക്ഷേപണം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് തലയ്ക്ക് വട്ട. പിന്നെ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയുക. എന്റെ ഭാഗത്തു നിന്നും ഇന്ന് എന്തെങ്കിലും അവിവേകം ഉണ്ടാവുക ക്ഷമിച്ചോളൂ കേട്ടോ. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 36 സെക്കൻഡ്. ഞങ്ങളുടെ അടുത്ത പരിപാടി ആരോഗ്യവേദി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS പത്മനാഭൻ. നാരായണി, ബാലു വെജിറ്റേറിയൻ സമ്മതിച്ചു. എന്നും വെച്ച് നീ പുല്ലും വൈക്കോലും ഒക്കെ വെട്ടിയെറിഞ്ഞ് പുഴുങ്ങി കൊടുത്ത് അവൻ കഴിക്കുവോ? നിങ്ങൾ തന്നെയല്ലേ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോയി അന്വേഷിച്ചത്? അതെ, എടി ചായയും കാപ്പിയും കഴിക്കില്ലെന്ന് വെച്ച് ഇറച്ചിയും മീനും കഴിക്കാതെ വരുവോ? ഒരു കോഴി പൊരിച്ചയില്ലാതെ എന്തോന്ന് വിരുന്ന്. അച്ഛന് കോഴി പൊരിച്ചത് കഴിക്കണമെങ്കിൽ അതിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാ പോരെ? വെറുതെ എന്തിനാ ബാലുവേട്ടനെ കൂട്ടുപിടിക്കുന്നത്? കൈമാറ്റ്. അതാ ഞാൻ പറഞ്ഞത്, നീ അമ്മയുടെ മോള് തന്നെ. അമ്മ എന്ത് പറഞ്ഞാലും നീ അമ്മയുടെ ഭാഗം പിടിക്കത്തുള്ളൂ. അച്ഛന്റെ ഭാഗം പിടിക്കുന്നവള് പോയല്ലോ. ദേ ഇപ്പൊ ഇങ്ങോട്ട് വരും. സമ്മതിച്ചു. 11 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 11 മണി. ഇങ്ങനെ കൃത്യനിഷ്ഠ വേണം. അവരെയാണ് എനിക്കിഷ്ടം. കാരണം അവർ സ്റ്റേറ്റ് ഫോർവേഡ് ആയിരിക്കും. യാത്രയൊക്കെ സുഖമായിരുന്നു മക്കളെ. ലീവ് എത്ര ദിവസം കൂടി ഉണ്ട്? അയ്യോ, ലീവില്ല, അതാ പ്രശ്നം. നാളെ തന്നെ ഡ്യൂട്ടിക്ക്. അയ്യോ, വാ മക്കളെ, അകത്തേക്ക് ഇരിക്കാം. അമ്മേ, അമ്മേ, ഇന്ന് വൈകിട്ട് തന്നെ പോണോന്ന് ബാലോട്ടൻ പറയണത്. അതെങ്ങനെയാ പറ്റുക? കല്യാണം കഴിഞ്ഞാ അതിന്റെ ഒരു ചടങ്ങൊക്കെ ഇല്ലേ? അതിന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാ പോരെ? ആഹാ, ഞങ്ങളോ? 2 ദിവസം കൊണ്ട് ആളങ്ങ് മാറിയല്ലോ. പോയപ്പോ എന്തായിരുന്നു ഒരു കരച്ചില്. അവിടെ അമ്മായിമ്മ എങ്ങനെയുണ്ട്? പാവാ, എന്നെ വലിയ ഇഷ്ടം. 2 ദിവസമല്ലേ ആയുള്ളൂ. കണ്ടാൽ അറിഞ്ഞൂടെ, നമ്മുടെ അമ്മയെ പോലെ തന്നെയാ. ബാലുവിന് ഇവിടുത്തെ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. മോളെ, ആ ചീരത്തോരൻ എടുത്തു കൊടുക്ക്. വേണ്ട, മതി. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് തുറന്നു പറയാൻ മടിക്കണ്ട. കാരണം ഞങ്ങൾ സ്റ്റേറ്റ് ഫോർവേഡാ. എന്താണ് ഇഷ്ടമെന്നൊക്കെ അറിഞ്ഞാലല്ലേ ഇനി വരുമ്പോ അത് ഉണ്ടാക്കി വെക്കാൻ പറ്റൂ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. എന്നാലും കോഴിയിറച്ചി വളരെ ഇഷ്ടമാണ്. നാരായണി,
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോഴി പൊരിച്ചത് വേണം, കോഴി പൊരിച്ചത് വേണമെന്ന്. അപ്പൊ ഇവള് പറയാ ബാലു വെജിറ്റേറിയനാ, മീൻ ഇറച്ചിയൊന്നും കഴിക്കത്തില്ലെന്ന്. പറഞ്ഞത് ശരിയാ, ഞാൻ വെജിറ്റേറിയനാ, പക്ഷേ വെജിറ്റേറിയൻ വിത്ത് ചിക്കൻ. കല്യാണം കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ ക്ലോക്ക് വളരെ പതുക്കെ നടക്കണുള്ളൂ. ഈയിടെയായി 1 മണിക്കൂർ ആവണമെങ്കിൽ 60 മിനിറ്റാ കഴിയണം. അല്ലേ ഇന്ദു? അമ്മവ, ഞാൻ വെറുതെ അമ്മാവനിവിടെ ഉണ്ടോ നോക്കാൻ വന്നതാ. അതെ അതെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ വെപ്രാളം ഞാൻ എത്ര കണ്ടതാ. കുഞ്ഞിതുവരെ എവിടെയായിരുന്നു? ഇവിടെ ഒരാൾ കരയെ പിടിച്ചിട്ട മീനിനെ പോലെ കെടുന്നിങ്ങനെ പിടയ്ക്കായിരുന്നില്ലേ എന്റെ പൊതിയില്? ഇത് ഷേവിംഗ് ക്രീം. ഇനി എല്ലാ ദിവസവും നല്ലോണം മിന്നിങ്ങി നടന്നോ? പിന്നെ ഞാനും അമ്മാവനെ പോലെ താടിയും വളർത്തി സന്യാസി ആവണമെന്നാണോ? കൊള്ളാം. ഇതാണോ ഷേവിംഗ് ക്രീം? അത് അമ്മാവൻ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ബാലു, ഷേവിംഗ് ക്രീമിന് നല്ല മധുരം അല്ലേ? അമ്മാവന് വേണം. ഹലോ, ആകാശവാണി, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. ഓരോ ഹലോ, സ്വപ്നം കാണാണോ? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക്. പെട്ടെന്ന് എന്ത് പറ്റി? എന്റെ മനസ്സ് കൊതിച്ചതുപോലെ എല്ലാം എനിക്ക് കിട്ടി. ഈ സ്നേഹം, ഈ മനസ്സ്, ഈ കുസൃതി എല്ലാം എനിക്ക് എന്ത് ഇഷ്ടാണെന്നറിയോ? തുടക്കത്തിൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയും. കുറച്ച് കഴിയുമ്പോ ഇടി, വെട്ട്, കുത്ത്. എന്തു നമ്മൾ തമ്മിൽ അങ്ങനെ വല്ലതും ഉണ്ടായാ ഫീൽ ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ. എന്താ ഒരു ചിരി? അല്ല, ഇങ്ങനെ കാണാനാ കൂടുതൽ ഭംഗി. അതെ, എങ്ങനെയുണ്ട്? എന്താ ബാലുടേത്? ഷേവ് ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ അതാണ് സംഭവം. എനിക്കതല്ല, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ ഏത് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനും ലക്ഷ്മി മേനോനെ തന്നെ വിളിക്കുന്ന രഹസ്യമായി എനിക്ക് പിടികിട്ടാത്തത്. അതെ, ജോലിയിലുള്ള സിൻസിയറിറ്റി ഉണ്ടാ. അല്ലാതെ നാരായണൻകുട്ടി സാറിനെ പോലെ സ്റ്റുഡിയോയിൽ ഞാൻ വെറുതെ ഒന്നും ഇരിക്കുകയല്ല. അതെ അതെ, മാഡത്തിന്റെ സിൻസിയോറിറ്റി ഒക്കെ നമുക്കറിയാം. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ, എവിടെ രശ്മി ഉണ്ടോ. പ്ലീസ് സർ, ഒന്ന് നിർത്താമോ? നമ്മൾ ഇന്നിവിടെ കൂടി എന്തിനാ? ബാലു സാറിനും മിസ്സസിനും ഒരു ഡിന്നർ. അതിനിടെ ഈ പാവം എനിക്കിട്ട് വാരില്ലേ സാറേ. അല്ലെങ്കിലും നാരായണൻകുട്ടിക്ക് കുത്തും കോമയും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാ. അതും ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ മൂഡ് കളയരുത് സാർ. പറയുന്നത് നാരായണൻകുട്ടി സാറായതുകൊണ്ട് രശ്മിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. നാരായണൻകുട്ടി സാർ തമാശ പറയുന്നെങ്കിൽ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? രശ്മി മേനോൻ നിലയത്തിലെ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നാരായണൻകുട്ടി സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഭാഗ്യം വേണേ. ഒന്ന് പോ ബാലേട്ടൻ. നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. ആ പെണ്ണിന്റെ നേച്ചർ ഇങ്ങനെയാ. സ്റ്റേഷൻ ഡയറക്ടറുടെ തലയ്ക്ക് വരെ ഞോണ്ടുന്ന ടൈപ്പ് അവള്. എന്ത് ടൈപ്പായാലും ശരി, ബാലുവേട്ടൻ അവള് പിച്ചതും നുള്ളിയതൊന്നും എനിക്ക് ഇഷ്ടായില്ല.
ഒരു സോഷ്യൽ മൂഡിൽ അവൾ അങ്ങനെ ചെയ്തു എന്നല്ലാതെ നീ കരുതുന്നത് പോലെ. എന്നോട് ആരെങ്കിലും ഇതുപോലെ സ്വാതന്ത്ര്യം കാണിച്ചാ ബാലോട്ടിന് ഇഷ്ടപ്പെടുവോ? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും സാഹസം കാണിക്കാൻ വന്ന എന്റെ ഇടിയുടെ ചൂട് അവൻ അറിയും. അത് ശരി. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ സോഷ്യലും ഇല്ല, ഒന്നുമില്ല അല്ലേ? ഓക്കെ, നീ പറഞ്ഞൊക്കെ സമ്മതിച്ചു. രശ്മി എന്നെ നുള്ളി എന്നുള്ളതല്ലേ നിന്റെ പരാതി? കുഴപ്പമില്ല, നാളെ രാവിലെ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ഞാൻ അവക്കിട്ടൊരു നുള്ള തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. പോരെ? അയ്യടാ,